ചിറ്റാറ്റുകര പഞ്ചായത്തിൻ്റെ 5 വാർഡിൽ വെച്ച് ഏറ്റവും മികച്ച ഹരിതഭവനമായിട്ട് തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളൊരു 10-12 വർഷത്തോളമായിട്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയതാണ്. ഇത് നമുക്കൊരു കൃഷി പച്ചക്കറി കിട്ടുന്നതിലുപരിയായിട്ട് മാനസികമായിട്ടൊരു സന്തോഷം കൂടി തരുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തെ ജോലിക്ക് പോയി വന്നതിന് ശേഷമായിരുന്നു ഞാൻ കൂടുതലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും കൃഷിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഫുൾ ടൈം കൃഷിയിലേക്ക് തന്നെയാണ് വ്യാപൃതരായിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് പുറത്ത് കൊടുക്കാനുമുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് കൃഷിയിൽ നിന്ന്. ജൈവ പച്ചക്കറി എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന അതുപോലെ കൂടാനുള്ളതും ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും അവരവരുടെ വീട്ടുമുറ്റത്ത് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടയറിയതിന് ശേഷം ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അത് ഏറെക്കുറെ ശ്രമിക്കുന്നു. പ്ലാസ്റ്റിക്കുകൾ, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു പക്ഷേ നേരത്തെ ഹരിതകർമ്മസേന വരുന്നതിന് മുൻപുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്നു. അതെല്ലാം പിന്നീട് പ്രളയത്തിൽപ്പെട്ട പ്ലാസ്റ്റിക് എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയാണ് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുമ്പോൾ അവരും നമ്മളെപ്പോഴും മനുഷ്യരാണ്. അപ്പോൾ അവർക്കും നമ്മൾ എല്ലാം വൃത്തിയായിട്ടുള്ളത് കൊടുക്കണം. അല്ലാതെ മാലിന്യം അവർക്ക് കൊടുക്കരുത്. നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് ഉണക്കി വൃത്തിയാക്കി കൊടുക്കണം. പിന്നെ ഈ ഹരിത ഭവനമായിട്ട് നീണ്ടൂർ 3-ാം വാർഡിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്തം കുറച്ചും കൂടി കൂടാണ്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യവിമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി മാലിന്യവിമുക്ത ഭവനം, ഹരിതഭവനം പദ്ധതി പ്രകാരം നടത്തിയ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി 3-ാം സ്ഥാനം ലഭിച്ചത് ഞങ്ങൾക്കാണ്. മാലിന്യവിമുക്ത കേരളം ഈ പദ്ധതി ചിറ്റാറ്റുകര പഞ്ചായത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വീട്ടിലെല്ലാ മാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിക്കുക ചെയ്യുന്നത് വളമാക്കാറുമുണ്ട്. അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിനും പഞ്ചായത്ത് ഭരണസമിതിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കേരള മോഡൽ ആരോഗ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിയവരാണ് നമ്മൾ. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശുചിത്വം. കേരളം മാലിന്യ വിമുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി തന്നെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളും പൊതുസ്ഥാപനങ്ങളും മുതൽ വീടുകൾ വരെയുള്ള മുഴുവൻ മേഖലകളിലും ഒരു ശുചിത്വ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള വലിയ യജ്ഞം നടക്കുകയാണ്. അങ്ങനെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണമായി മാലിന്യമുക്ത പഞ്ചായത്തായി മാറുമ്പോൾ അതിൻ്റെ ഭാഗമാകുന്നതിന് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ തരംതിരിച്ച് ശേഖരിക്കുന്നതിനും പരിപാലനം ചെയ്യുന്നതിനെല്ലാം മാതൃകയായിട്ടുള്ള ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കും. ഈ വരുന്ന മാർച്ച് 29-ാം തീയതി
ചിറ്റാറ്റേര ഗ്രാമപഞ്ചായത്ത് പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപനം ചെയ്യുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജൈവവും അജൈവവുമായി മാലിന്യത്തെ വേർതിരിക്കുക, അത് കൃത്യമായി സംസ്കരിക്കുക, ഇതാണ് ഒരു ആധുനിക പൗരൻ്റെ നിലവിലെ ഉത്തരവാദിത്വം. മാലിന്യമുക്ത നവകേരളം എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രവൃത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ പ്രദേശവും മാലിന്യമുക്തമായി സൂക്ഷിക്കുക, നിലവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം കൃത്യമായി സംസ്കരിക്കുക, ഇത് ഓരോ ഗ്രാമവാസികളുടെയും ഉത്തരവാദിത്തമാണ്. സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്ന ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജവും പ്രചോദനവുമായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളെയും ഇതിന് സഹകരിച്ചിട്ടുള്ള എല്ലാ ഗ്രാമവാസികളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇത് നമ്മുടെ എല്ലാം ഒരു ദിനചര്യയും ജീവിത രീതിയുമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെ കൃത്യമായിട്ട് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല നിലയിലുള്ള ഒരു ജനപങ്കാളിത്തവും അതുപോലെ തന്നെ സുതാര്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാർഡ് മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സജീവമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 2 ടൗണുകൾ നമ്മൾ ഹരിത ടൗണുകളുടെ പ്രഖ്യാപനമായിട്ട് നടത്തുകയാണ്. അത് പ്രധാനമായിട്ട് NH66 ഭാഗത്ത് വരുന്ന ചിറ്റാറ്റുകര മുതൽ മുനമ്പം കവല വരെയുള്ള പ്രദേശവും അതുപോലെ തന്നെ മന്നം ജംഗ്ഷൻ മുതൽ SBI ബാങ്കിന്റെ പരിസരം വരെയുള്ള പ്രദേശങ്ങളുമാണ് ഹരിത ടൗണുകളുടെ പ്രഖ്യാപനമായിട്ട് ഇന്നേ ദിവസം നടത്തുന്നത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള മറ്റു പ്രദേശങ്ങളും ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഹരിത പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും. ഇതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്